നമസ്കാരം, ഇത് IBN മലയാളം. വള്ളിക്കോട് തൃക്കോവിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും 230 കൂടുതൽ നിലവിളക്കുകൾ മോഷണം പോയി. ക്ഷേത്രത്തിൽ നടന്നുവരുന്ന രാമായണം ചിറപ്പിനായിട്ടിരുന്ന 200 തൂക്കവിളക്ക്, 30 വലിയ ആട്ടവിളക്ക്, ദേവീനട, മഹാദേവർ നട എന്നിവിടങ്ങളിലെ തൂക്കുവിളക്ക് എന്നിവയാണ് മോഷണം പോയത്. ചുറ്റുമതിൽ ചാടിക്കടന്നാണ് മോഷ്ടാവ് ഉള്ളിലെത്തിയതെന്ന് കരുതുന്നു. പിന്നിലെ വാതിലും തുറന്നിട്ടുണ്ട്. ഉള്ളിൽ കടന്ന ശേഷമാകാം വാതിൽ തുറന്നതെന്നും സംശയിക്കുന്നു. ശ്രീകോവിൽ തുറന്നിട്ടില്ല. ക്ഷേത്ര പരിസരത്തു നിന്നും മോഷ്ടാവിൻ്റെതെന്ന് കരുതുന്ന തോർത്ത് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ മണം പിടിച്ച പോലീസ് നായ തൃപ്പാറ ക്ഷേത്രത്തിനു മുൻപ് അച്ഛൻ കോവിലാറ്റിലേക്കുള്ള വഴിവരെ ഓടിയ ശേഷം നിന്നു. വള്ളിക്കോട് മുതൽ തൃപ്പാറ വരെയുള്ള ഭാഗത്തെ വീടുകളിലെ CCTV പോലീസ് പരിശോധിച്ചു. പത്തനംതിട്ട DYSP നന്ദകുമാറിന്റെ നേതൃത്വത്തിൽ പോലീസും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും എത്തി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രമാണിത്. സംഭവം അറിഞ്ഞ ആറന്മുള ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ R. രേവതി, സബ് ഗ്രൂപ്പ് ഓഫീസർ അനിൽ കവിയൂർ, ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് പ്രദീപ് പുതിയമംഗലത്ത്, സെക്രട്ടറി പ്രകാശ് എന്നിവർ എത്തി. അതേസമയം കോട്ട ദേവീക്ഷേത്രം, ഗന്ധർവമുറ്റം മഹാദേവ ക്ഷേത്രം എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മോഷണം നടത്തിയവരെ ഇതുവരെ കണ്ടെത്താനായില്ല. CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നടത്തുന്നത്. അടുത്തിടെ ജയിലിൽ നിന്നിറങ്ങിയ ക്ഷേത്ര മോഷ്ടാക്കളെക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ട്. പ്രദേശത്ത് മോഷണം വ്യാപകമായതോടെ നാട്ടുകാർ റെസിഡൻസ് അസോസിയേഷനുകളുടെ നേതൃത്വത്തിൽ സംഘം രൂപീകരിച്ച് രാത്രി പട്രോളിംഗ് തുടങ്ങി. ആറന്മുള പഞ്ചായത്തിലെ വാർഡ് 15-ലെ കോട്ട ഗന്ധർവമുറ്റം നോർത്ത് റെസിഡൻസ് അസോസിയേഷനാണ് രാത്രി 12 മുതൽ പുലർച്ചെ 4 വരെ രാത്രി നിരീക്ഷണം നടത്തുന്നത്. വിവരം ആറന്മുള പോലീസ് അധികാരികളെ അറിയിച്ചതായി റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വിജയകൃഷ്ണൻ നായർ, സെക്രട്ടറി മോഹനചന്ദ്രൻ എന്നിവർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് IBN മലയാളം.